ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജോബ് കാർഡിൽ പറഞ്ഞത് ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, ബാക്കിലെ മൺഗാർഡിൻ്റെ ബാക്കിലത്തെ ഓൾറൗണ്ട് ഗാർഡിൻ്റെ ഒരു ഗാർഡുണ്ട്, ഈ സ്റ്റീൽ ഗാർഡ്, അത് മാറ്റനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈസർ സൗണ്ട്, ഫ്രണ്ട് സൗണ്ട് വൈസർ സൗണ്ട് ഇളക്കത്തിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ടയർ വെട്ടി തേണ കേസ്, ഫ്ലോർ പാനലിൻ്റെ ചെറിയൊരു ഷെയ്ക്കിങ്, വാട്ടർ സർവീസൊക്കെയാണ് പറഞ്ഞാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ജനറൽ സർവീസായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൽ നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റുള്ള എല്ലാ പാർട്സുകളും തന്നെ അത്യാവശ്യം വേണ്ട പുറമേ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്സുകളും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും. ഗ്രീസിങ് ആവശ്യമായിട്ടുള്ള ഗ്രീസ് ചെയ്യും. തേമാനുള്ളത് നോക്കി അത് മാറ്റി പിടിപ്പിക്കാൻ, അതൊക്കെയാണ് മെയിനായിട്ട് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഫിൽട്ടർ ഐറ്റംസ്, എയർ ഫിൽട്ടർ, പ്ലഗ് സെക്ഷൻ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി എൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ നമുക്ക് നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല, നിസ്സാരം കൂടി നമുക്കുള്ളൂ. അത് 1-2 ആഴ്ച ഓടുമ്പോഴത്തേക്കും തീരുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ കൈയോടെ മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ, ക്ലച്ചൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽട്ടറൊക്കെ ഫുള്ള് പൊടി കയറി മൊത്തം ബ്ലോക്കായി പോയേക്കാം. പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കായേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് മൈലേജിലടക്കം വണ്ടിക്ക് ബാധിക്കും. മൈലേജിൽ ഹെഡിനകത്ത് കാർബൺ കൂടും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ എന്തെങ്കിലും മാറ്റണം, നിർബന്ധമായിട്ട് നമുക്ക് മാറ്റേണ്ടതാണ്. എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിലൂടെ പ്ലഗും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യണം, അത് രണ്ടും കൂടി സെറ്റായിട്ടാണ് മാറ്റി പോകേണ്ടത്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും അഴിക്കുക ക്ലീൻ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം ലെയറായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി, അതൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് പുള്ളി വീലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അതിൻ്റെ ആ പിന്നും റോളറും ആ റബ്ബറും കൂടി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ഏകദേശം ഇത്ര ചെയ്ത് വരുമ്പോൾ ഈ റോളർ പിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 100-150 നമുക്ക് അത് ചിലവ് വരുള്ളൂ. CVT ക്ലച്ചാണ് നമ്മൾ നിർബന്ധമായിട്ട് ഇടയ്ക്ക് അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്, ക്ലീൻ ചെയ്യേണ്ടതാണ്, ഗ്രീസിങ് നടത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഈ ക്ലച്ച് ഷൂ ഒക്കെ, ഇത് ക്ലച്ച് വെയിറ്റ് ചെയ്യാനാണ്, ഇതൊക്കെ ഈ പിന്നുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റാണ്, ഒരുപാട് പണിപ്പെട്ടതിന് ശേഷം ഊരിപ്പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വലിയിലടക്കം വണ്ടിക്ക് കാണിച്ചിട്ടുണ്ടാവണം, നമുക്ക് മനസ്സിലാവാണ്ടായിരിക്കുള്ളൂ. എന്തായാലും അങ്ങനത്തെ ഫുൾ ടൈറ്റിലാണ് ഇരുന്നായിരുന്നത്. പിന്നെ അതിൻ്റെ കിക്കർ വീല് വരുന്ന ആ ക്ലച്ചറിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം പൊടി എന്ന് പറയുന്നത് നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ശേഷം എയർ അടിച്ച് ക്ലീൻ ആക്കണം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഈ രീതിയിൽ പൊട്ടൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വണ്ടി അത്യാവശ്യം ഓട്ടം ഉണ്ടെങ്കിൽ, നിസ്സാര ചെറിയ ഓട്ടങ്ങളൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് തന്നെ യൂസ് ചെയ്യാം. അടുത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ചു നോക്കും. കൂടുതലായിട്ട് പൊട്ടലുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. നേരെ മറിച്ച് നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും ഈ ബെൽറ്റ് ഉപയോഗിക്കരുത്, മാറ്റിയിട്ടോണം. കാരണം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ബെൽറ്റ് പൊട്ടി നമ്മൾ വഴി പെട്ടുപോകുന്ന സിറ്റുവേഷൻ വരും. ഒരുപാട് ഓട്ടം കൂടുതലാണെങ്കിൽ നല്ല രീതിയിൽ ബെൽറ്റൊക്കെ ചൂടായി, ക്ലച്ച് കേസ്, എഞ്ചിൻ കേസൊക്കെ ചൂടായി കിടന്ന് ഓടുന്നുണ്ടെങ്കിൽ ഇനി അങ്ങടേക്ക് കാണിക്കുന്ന കംപ്ലയിൻസ് പെട്ടെന്നായിരിക്കും. അപ്പോൾ ഈ ലോക്കൽ ഓട്ടത്തിന് അത് അത്രയും പ്രശ്നമായിട്ട് വരില്ല. നമുക്കറിയാൻ വന്നാൽ നമുക്ക് ഈ ചുറ്റുവട്ടം തന്നെ ആയിരിക്കുള്ളൂ. ലോങ് ഓട്ടം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളത് മാറ്റി കളയണം. അതല്ലെങ്കിൽ ആ ഒരു കേസും കൊണ്ട് നമ്മൾ വഴി പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരും. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റുന്നുണ്ട്. അതേപോലെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഹെഡിൻ്റെ ഇവിടെ ചെറിയൊരു നനവൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മേജറായിട്ടുള്ള ലീക്കൊന്നുമില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. പിന്നെ അതേപോലെ ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ഒട്ടും പ്ലേ ഇല്ല. എപ്പോൾ വേണമെങ്കിലും ആക്സിലേറ്റർ റേസ് ആവും എന്നൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പരമാവധി അഡ്ജസ്റ്റിങ്ങിൽ കിടക്കണം, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഒന്നുപോലെ നമുക്കിത് ഈ രീതിയിൽ തന്നെ നിലനിർത്താം, അതല്ലെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടാം. ഈ രീതി തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആക്സിലേറ്റർ റേസായിട്ട് വണ്ടി, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് മോഡലല്ല, ന്യൂട്രോ കാര്യങ്ങളൊന്നുമില്ല, CVT ക്ലച്ചാണ്. വണ്ടി റേസായി കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. നമ്മളെങ്ങനെ ബ്രേക്ക് പിടിച്ച് നിർത്താൻ നോക്കിയാലും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണിക്കും. അപ്പോൾ നിലവിലത് കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് BS6 മോഡൽ വണ്ടിക്ക് 2 കേബിൾ വരാം. ആക്സിലേറ്റർ കേബിൾ തന്നെ 2 കേബിൾ വരാം. ഈ 2 കേബിളുകളുണ്ട്. ആക്സിലേറ്റർ എ ത്രോട്ടിൽ, B ത്രോട്ടിൽ നമ്മൾ 2 കേബിൾ വരാം. നമുക്ക് ആ 2 കേബിൾ മാറ്റി വരുമ്പോൾ കേബിളും ലേബറും അടക്കം വരുമ്പോൾ ഏകദേശം ഒരു 850 രൂപ അടുത്ത് നമുക്ക് ചിലവുണ്ട്. കേബിളിൻ്റെ പൈസയും അത് മാറ്റുന്ന ലേബർ ചാർജ് അടക്കം വരുമ്പോൾ ഏകദേശം ഒരു 800-850 രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയിൽ പെടുത്തിയെന്നുള്ളൂ.
അത് നോക്കാം, ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ട് കൈയോടെ അഫോർഡബിൾ ആണ് പറ്റുമെന്നുണ്ടെങ്കിൽ കൈയോടെ നമുക്കത് മാറ്റി വിടണമായിരിക്കും സേഫ്. ഞാൻ ആ എസ്റ്റിമേറ്റ് ഇടുന്ന സമയത്ത് എസ്റ്റിമേറ്റ് ഇട്ട് പറയുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് എന്തെങ്കിലും ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ കണ്ട കംപ്ലയിൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. നമുക്കിതിപ്പോൾ ഇരിക്കുന്ന ബാറ്ററി, നമുക്കിരിക്കുന്ന ടാറ്റയുടെ ബാറ്ററിയാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ടിട്ടോ. വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് ഉണ്ട്. 12.77 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പക്ഷേ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കാം. ചിലപ്പോൾ വലിയ താമസമില്ലാണ്ട് കിട്ടിയേക്കാം, ചിലപ്പോൾ 1-2 മാസം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. എന്തായാലും വലിയ താമസമില്ലാണ്ട് നമുക്ക് ആ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കും. ബാറ്ററി കംപ്ലയിൻ്റ് ആണ് ഓൾറെഡി ഇപ്പോൾ കാണിക്കണമെങ്കിൽ പോലും കുറച്ച് ചിലപ്പോൾ ഉപയോഗിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നേക്കാം. അപ്പോൾ അങ്ങനെ നിലവിൽ കംപ്ലയിൻ്റ് ആയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഫ്രണ്ട് നമുക്ക് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഈ ഒരു കേബിള് ഔട്ടർ വലിഞ്ഞേക്കുന്ന അവസ്ഥയിലാണ്. കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണ്. അപ്പോൾ ആ ഒരു കേബിൾ മാത്രം ഒന്ന് മാറ്റിയിടാം. അതല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ അതിൻ്റെ ടയറിൻ്റെ റൈറ്റ് സൈഡ് തേയ്മാനം കൂടുതൽ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഫോർക്കിൻ്റെ പെർഫോമൻസും വർക്കിങ്ങൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. നിലവിൽ വേറെ പ്രോബ്ലമായിട്ട് ഫ്രണ്ടിൽ നിന്ന് തോന്നണില്ല. സൈഡ് വലിപ്പോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് കാണുന്നില്ല. ഒരു പക്ഷേ നമുക്ക് ടയറിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് വന്നേക്കുന്നതാവാം. നോർമൽ സ്കൂട്ടർ മോട്ടോർ വണ്ടികൾക്ക് കോമൺ ആയിട്ട് റൈറ്റ് സൈഡിൽ ചെറിയൊരു തേയ്മാനം കൂടുതൽ കാണാറുണ്ട്. അത് ആ ഗണത്തിൽ വരുന്ന തേയ്മാനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഓടിച്ച് നോക്കുമ്പോഴേലും കാണുന്നില്ല. ടയർ റൊട്ടേഷൻ ചെയ്യാനായിട്ടും പറ്റില്ല. ഫ്രണ്ടിലും ബാക്കിലും ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനും പറ്റില്ല. കാരണം ഫ്രണ്ടിൽ നമുക്ക് 12 ഇഞ്ചും ബാക്കിൽ വേണ്ട 10 ഇഞ്ചും ടയറാണ്. അപ്പോൾ അതുകൊണ്ട് റൊട്ടേഷൻ ചെയ്യൽ നടക്കില്ല. പരമാവധി ഉപയോഗിക്കുക, അതിനുശേഷം മാറ്റിയിടുക, അതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മാറ്റി പോകേണ്ട ഒരു പാർട്ടാണത് സ്പാർക്ക് പ്ലഗ്. അതും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ ഈ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ അഴിച്ചിറക്കിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റി പോകണമായിരിക്കും നല്ലത്. ആക്സിലേറ്റർ കേബിൾ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം. കാരണം എന്ന് വെച്ചാൽ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് താമസം മുന്നേ ഉറക്കാണ്. അപ്പോൾ വണ്ടി നാളെ ഉച്ചയാകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല സർവീസ് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാം. എന്തായാലും നമുക്ക് വാട്ടർ സർവീസിൻ്റെ കേസ് നമുക്ക് ചിലപ്പോൾ ഒരു താമസം വരും. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓൾറെഡി വണ്ടി ലേറ്റായിട്ടാണ് കയറിയേക്കണേ. തന്നെയല്ല നമുക്ക് അത്യാവശ്യം മെയിൻ്റനൻസുകളുണ്ട്. തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റിയ പണിയല്ല. അപ്പോൾ വാഷിങ് സമയം ഉണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് 5:45. അപ്പോൾ നമ്മളല്ല വാഷിങ് പുറമെ തേർഡ് പാർട്ടിയാണ് ചെയ്യുക. അപ്പോൾ അവരുടെ സമയം കഴിഞ്ഞിട്ട് അവർ പോകും. ഇനി ഗ്യാപ്പിലുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് ചെയ്യിക്കാം. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതിനകത്ത് ആ ബെൽറ്റും കൂടി ഉൾപ്പെടുത്തിയേക്കാം. ബെൽറ്റ്, എഞ്ചിൻ ഓയിൽ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ബാക്ക് സൈഡിൽ നിന്നുള്ള സൗണ്ടിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്ക് ഈ ഇവിടുത്തെ റബ്ബറൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. വൈബ്രേഷൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ അതൊക്കെ ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്ത് നോക്കാം. 100% അതൊന്നും മാറില്ല. കാരണം എന്ന് വെച്ചാൽ ഫൈബർ ബോഡിയാണ്, നമുക്ക് ഒട്ടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. രണ്ടാമത് അഴിക്കേണ്ടി വരുന്ന പാർട്സുകളാണ്. അപ്പോൾ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സൗണ്ട് കുറയ്ക്കാവുന്ന രീതിയിൽ ചെയ്യാം. അതാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ.